നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. പുരുഷജാതകം രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. 7-ൽ വ്യാഴനും കുജനും നിന്നാൽ, ഉദാഹരണത്തിന് ഇതുപോലെ ലഗ്നം കന്നിലഗ്നമാകുന്നു, അതിൻ്റെ 7-ാം മീനമാകുന്നു. ല എന്ന് എഴുതിയിരിക്കുന്നതാണ് ലഗ്നമെന്ന് സൂചിപ്പിക്കുന്നത്. ഗു എന്നാൽ ഗുരു അഥവാ വ്യാഴം. കു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുജൻ അഥവാ ചൊവ്വ. ഇങ്ങനെ ചൊവ്വയും വ്യാഴവും കന്നിലഗ്നത്തിൻ്റെ 7-ഇടം എന്ന് പറയുന്നത് മീനൻ രാശിയായി വരും. ഈ മീനൻ രാശിയിൽ കുജനും ഗുരുവും നിൽക്കുന്നു. പുരുഷജാതകത്തിൻ്റെ ഗ്രഹനിലയിൽ ഇതുപോലെ വരികയാണെങ്കിൽ, അതായത് പുരുഷജാതകത്തിൽ ഗുരുവും ശുക്രനും ബലവാന്മാരായി 7-ഇടത്ത് നിന്നാൽ അനേകം ശത്രുക്കളുണ്ടായാലും കുടുംബത്തിൽ പ്രധാനിയാവുകയും ഭാഗ്യമുള്ള കളത്രം ഉണ്ടാവുകയും ഫലമാകുന്നു. വ്യാഴവും ശുക്രനും 7-ഇടത്ത് നിന്നാൽ ഈ ഗ്രഹനിലയിൽ ലഗ്നം മിഥുനമാകുന്നു. മിഥുനത്തിൻ്റെ 7-ഇടം എന്ന് പറയുന്നത് ധനുരാശിയാകുന്നു. ധനുരാശിയിൽ ഗുരുവും ശുക്രനും നിൽക്കുന്നു. ഇതുപോലെ പുരുഷജാതകത്തിൽ വ്യാഴവും ശുക്രനും 7-ഇടത്ത് നിന്നാൽ ഭാര്യ വളരെ ഐശ്വര്യവതിയും വളരെ കീർത്തിയും ധനവും ഉള്ളവളായി ഭവിക്കും. പാപഗ്രഹങ്ങൾ 7-ഇടത്ത് സ്വക്ഷേത്രത്തിലിരുന്നാൽ ഭാര്യ സുമംഗലിയായി ഭവിക്കും. 7-ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ സ്ഥിതി ചെയ്ത് ശുഭഗ്രഹങ്ങൾ വീക്ഷിച്ചാൽ കളത്രത്താൽ ധനലാഭമുണ്ടാകും. 2-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനും സ്വക്ഷേത്രങ്ങളിൽ ഇരുന്നാൽ ഒരു ഭാര്യ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 7-ാം ഭാവാധിപതി കേന്ദ്ര ത്രികോണങ്ങളിൽ ശുഭഗ്രഹങ്ങളാൽ വീക്ഷിക്കപ്പെട്ടു നിന്നാലും 9-ാമിടത്ത് നിന്നാലും സൽകളത്ര ലാഭമുണ്ടാകും. മൂലം 2-ാം പാദത്തിൽ ശുക്രൻ നിൽക്കെ മിഥുന ലഗ്നത്തിൽ ജനിച്ച് വ്യാഴം 10-ലിരുന്നാൽ സൽകളത്രമുണ്ടാകും. തിരുവോണം 3-ാം പാദത്തിൽ ചന്ദ്രനും ലഗ്നത്തിൽ ചൊവ്വയും വ്യാഴം 3-ലും നിൽക്കുന്ന ജാതകൻ വളരെ ഭാഗ്യവും ഒന്നിലധികം കളത്രയോഗവും ഭോഗസൗഖ്യവും ഉള്ളവനായി ഭവിക്കും. ഇത് സാർവഭൗമ രാജയോഗമാണ്. ധനുരാശിയിൽ മൂലം 2-ാം പാദത്തിൽ ചന്ദ്രൻ നിൽക്കുകയും വ്യാഴവും ശുക്രനും ലഗ്നത്തിൽ ഇരിക്കുകയും ചെയ്താൽ ശുക്രദശയിൽ വ്യാഴ അപഹാരത്തിലോ ശനിയുടെ അപഹാരത്തിലോ വിവാഹം നടക്കുകയും സൗന്ദര്യമുള്ള ഭാര്യയെ ലഭിക്കുകയും ചെയ്യും. 7-ാം ഭാവാധിപനും 2ഉം 7ഉം ഭാവാധിപന്മാരും ശുക്രനും ഉച്ചക് സ്വക്ഷേത്രങ്ങളിരുന്നാൽ ഉത്തമ കുടുംബത്തിൽ നിന്ന് കളത്രലാഭമുണ്ടാകും. ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ നിൽക്കുന്ന ഗ്രഹങ്ങളെ ശുഭഗ്രഹങ്ങൾ വീക്ഷിച്ചാലും വളരെ സൗന്ദര്യവതിയായ ഭാര്യയുണ്ടാകും. 7-ാം ഭാവാധിപതി 5-ാമിടത്തിരുന്നാൽ എപ്പോഴും സന്തോഷമുള്ള ഭാര്യയെ ലഭിക്കുന്നതായിരിക്കും. പുരുഷജാതകം 2-ാം ഭാഗം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.